നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. എൻ്റെ അഭിപ്രായത്തിൽ ഇന്നലത്തെ മാർക്കറ്റിനേക്കാളും വളരെയധികം വോളറ്റിലായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്. കാരണം ഇന്നലെ നമുക്കൊരു ഒരു വലിയൊരു ഫോൾ, ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ഏകദേശം ഒരു 200 പോയിന്റ് ഫോൾ ഉണ്ടാക്കി. ആ ഫോൾ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ. ഞാൻ പറയുന്നത് ട്രേഡേഴ്സിൻ്റെ കാര്യമാണ്. ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം നിഫ്റ്റി 22,000-ന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇന്നത്തെ ചാർട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റി ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. 21,777 മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നെ ആ ഒരു 21,777 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. ആളുകൾ ഇന്നലത്തെ ആ ഒരു ഇമ്പാക്റ്റിൽ, ആ ഒരു ന്യൂസിൽ എല്ലാ ആളുകളും മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അവരെല്ലാം തന്നെ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം മാർക്കറ്റ് ഇൻട്രാഡേ ലോയിൽ നിന്ന് 400 പോയിന്റ് റാലി രേഖപ്പെടുത്തി 22,149 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിശക്തമായിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകൾ സിവിയറായിട്ട് ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി അങ്ങനെ ഇന്നലെ നിഫ്റ്റി 22,000-ന് താഴെ നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉണ്ടായിരുന്നു. അത് മാർച്ച് മാസം 26-ന് ശേഷമാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. എങ്കിൽ ഇന്ന് നിഫ്റ്റി വീണ്ടും 22,000-ന് മുകളിൽ ക്ലോസ് ചെയ്തു. 22,149 നിഫ്റ്റിയുടെ ക്ലോസ് ഉള്ളത്. 159 പോയിന്റ് നിഫ്റ്റി റാലി രേഖപ്പെടുത്തി. സെൻസെക്സ് 600 പോയിന്റും ബാങ്ക് നിഫ്റ്റി ഏകദേശം ഒരു 544 പോയിന്റിൻ്റെയും ഒരു റാലിയാണ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നത്തെ മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ബജാജ് ഫിനാൻസ്, MNM, HDFC ബാങ്ക്, GSW സ്റ്റീൽ, മാരുതി സുസുക്കി തുടങ്ങിയ കമ്പനീസാണ്. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് ബജാജ് ഓട്ടോ, HCL ടെക്, TCS, ഹീറോ മോട്ടോകോർപ്പ്, L&T തുടങ്ങിയ കമ്പനീസാണ്. ഇതാണ് മാർക്കറ്റിൽ നടന്ന കാര്യം. ഈ മാർക്കറ്റിലെ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ ആക്ഷനിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയ ആളുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഞാൻ ഇന്ന് ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്തില്ല. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പാർഷ്യൽ ട്രേഡാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് തിരിച്ച് കയറിയ ആ ഒരു സീവിയർ ആയിട്ടുള്ളൊരവസ്ഥ നെഗറ്റീവായിട്ട് പേഴ്സണലി എനിക്ക് വന്നിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് HDFC ബാങ്കും ICICI ബാങ്കുമാണ് നിഫ്റ്റീനെ ശക്തമായിട്ട് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. ഈ ഒരു കമ്പനീസ് മാത്രം 85 പോയിൻ്റാണ് നിഫ്റ്റിയുടെ റാലിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. HDFC ബാങ്കിൻ്റെ റിസൾട്ട് ഏപ്രിൽ 20-ാം തീയതി, അതായത് നാളെയാണ് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നിഫ്റ്റി ഒരു ഓവർസോൾഡ് സോണിലായിപ്പോൾ നിഫ്റ്റി 50-ലെ ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന സ്റ്റോക്കിൽ കണ്ട ഒരു കനത്ത ബൈയിങ് ആണ് HDFC ബാങ്ക് ശക്തമായിട്ട് മുകളിലേക്ക് പോയിട്ടുള്ളത്. അതുമാത്രമല്ല, ഇന്നലെ ADRൽ HDFC ബാങ്ക് വലിയ തോതിൽ ഇടിഞ്ഞിരുന്നില്ല. ഇന്നലെ ADRൽ ഇൻഫോസിസ് ആണ് ഇടിഞ്ഞിരുന്നത്. ഏകദേശം ഒരു 7% ഇൻഫോസിസ് ADRൽ ഇടിഞ്ഞിരുന്നു. അതിനുശേഷം ഇൻഫോസിസ് റിക്കവർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ADRൽ ഏകദേശം ഒരു 2.5% ആണ് ഇടിഞ്ഞിട്ടുള്ളത്. ഈ ഇൻഫോസിസിൻ്റെ ഒരു റിസൾട്ടിന് ശേഷമുള്ള അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ് വീക്കായിട്ടുള്ളതാണ് കാരണം. ഇൻഫോസിസ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, 20 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ HDFCയുടെ റിസൾട്ട് നാളെയുണ്ട്. ബജാജ് ഓട്ടോ നല്ലൊരു റിസൾട്ടിന് ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ബജാജ് ഓട്ടോയും ഏകദേശം ഒരു ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 80 രൂപയുടെ അടുത്ത് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ HAL, കൊച്ചിൻ ഷിപ്പ്യാർഡ്, മറ്റുള്ള ഡിഫൻസ് സെക്ടറിലുള്ള കമ്പനീസ് ശക്തമായിട്ടുള്ള റാലി രേഖപ്പെടുത്തി. ഈ യുദ്ധ സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഓൾറെഡി രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് അതിലേക്ക് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. കേൾക്കാത്ത ആളുകൾക്ക് രാവിലെ ഏകദേശം ഒരു ഇന്ത്യൻ സമയം 6 മണിയോട് കൂടിയിട്ടാണ് നമുക്ക് ന്യൂസ് കിട്ടിയിട്ടുള്ളത്. 6 മണിക്ക് ഈ ഒരു ന്യൂസ് വരുന്നതിന് മുമ്പേ തന്നെ ഡോ ഫ്യൂച്ചർ ഒരു 100 പോയിന്റിൻ്റെ ഒരു ഫോൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ന്യൂസ് ആളുകൾ ഇത് എത്തുന്നതിന് മുമ്പ് തന്നെ ഡോ ഫ്യൂച്ചർ 100 പോയിന്റ് ഫോൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിൽ ഏകദേശം ഒരു 300ഓളം ഡ്രോൺ മിസൈൽസാണ് അവർ ആക്രമണം നടത്തിയിട്ടുള്ളത്. അതിൽ ഇസ്രായേൽ ലാൻഡിൽ പതിച്ചിട്ടുള്ളത് ഏകദേശം ഒരു 16-ൽ താഴെ മാത്രമാണ്. അത് ആളപായമോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇറാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇസ്രായേലിൻ്റെ ആണവായുധ ആ ഒരു പ്രദേശത്താണ്. അതുപോലെ തന്നെയാണ് ഇന്നലെ ഇറാൻ്റെ ടെഹ്റാൻ കേന്ദ്രമായിട്ട് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഇരിക്കുന്ന ആ ഒരു പ്രദേശത്താണ് ഇസ്രായേൽ ഏകദേശം ഒരു 3 ഡ്രോൺ ആക്രമണമല്ല നടത്തിയത്, മിസൈൽ ആക്രമണമാണ് നടത്തിയിട്ടുള്ളത്. ഇരു രാജ്യങ്ങളും ആ സ്വപ്നവ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ആണവായുധ ഫെസിലിറ്റീസിന് യാതൊരു കേടുപാടുകളോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പേപ്പറുകളിൽ കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഇരു രാജ്യങ്ങളും തുറന്ന ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ
കാര്യത്തിൽ ഒരേ സമയം 2 രാജ്യങ്ങളിലായിട്ടാണ് ഇപ്പോൾ അവർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഘടകങ്ങൾ കാരണമാണ് മാർക്കറ്റിൽ രാവിലെ തന്നെ ഡോ ഫ്യൂച്ചർ 100 പോയിന്റ് ഇടുകയും അതുവഴി ഏഷ്യൻ മാർക്കറ്റിൽ ശക്തമായിട്ടുള്ളൊരു ഫോൾ ഉണ്ടാക്കിയിട്ടും ചെയ്തിട്ടുള്ളത്. ഏഷ്യൻ മാർക്കറ്റിലെല്ലാം തന്നെ രാവിലെ നമ്മൾ കണ്ടിട്ടുള്ള ജപ്പാൻ മാർക്കറ്റിലെല്ലാം തന്നെ 3% ഒരു ഫോൾ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം പതിയെ പതിയെ എല്ലാ മാർക്കറ്റും യുദ്ധവും മറ്റുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ അത് റിയാക്ട് ചെയ്തു. അതിനുശേഷം പതിയെ പതിയെ ഒരു റിക്കവറിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈവൻ ഡോ ഫ്യൂച്ചറും ഏകദേശം ഒരു 500 പോയിന്റ് രാവിലെ ഇടിഞ്ഞിരുന്നു. ഇപ്പോൾ കാണുന്നത് ഏകദേശം ഒരു 100 പോയിന്റ് ആണ് ഡോ ഫ്യൂച്ചറിൻ്റെ ഒരു ഫോൾ ആയിട്ടുള്ളൊരു അവസ്ഥ. അപ്പോൾ അതാണ് യുദ്ധത്തിനെ സംബന്ധിച്ചുള്ള കാര്യം. അപ്പോൾ മാർക്കറ്റ് റിയാക്ട് ചെയ്തതിന് ശേഷം തിരിച്ചു കയറി ആ ഒരു അവസ്ഥയാണ് കണ്ടത്. ടാറ്റ കമ്മ്യൂണിക്കേഷൻ സ്റ്റോക്ക് ഏകദേശം തുടർച്ചയായിട്ടുള്ളൊരു 8 ദിവസം ഫോൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒരു യുദ്ധ സാഹചര്യങ്ങൾ മാറ്റി നിർത്തി ഇന്ത്യയുടെ ലോക്സഭ ഇലക്ഷൻ്റെ ആദ്യ ഫേസാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. 40% പോള് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഫസ്റ്റ് ഫേസ് ഉള്ളത്. അപ്പോൾ ഇനി അങ്ങ് മുന്നോട്ട് ഈ ഒരു യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് വരുന്ന ഇലക്ഷനും അത് സംബന്ധിച്ചുള്ള എക്സിറ്റ് പോളും ഫലങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി കൂടുതൽ റിയാക്ട് ചെയ്യുകയും മാർക്കറ്റിൽ അതായിരിക്കും കൂടുതൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിനർത്ഥം യുദ്ധ സാഹചര്യങ്ങൾ അപ്പാടെ നെഗ്ലക്റ്റ് ചെയ്യുമെന്നല്ല, പക്ഷേ യുദ്ധത്തിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇന്ത്യയിൽ 5 വർഷത്തിന് ശേഷം വരുന്ന ഇലക്ഷൻ. അപ്പോൾ ഇത്തവണത്തെ ഇലക്ഷൻ വളരെയധികം ക്രൂഷ്യലാണ്. കാരണം FISൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനെല്ലാം തന്നെ ഉയർത്തിയ ഒരു സാഹചര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്നുള്ള കനത്ത ബൈങ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റൂളിംഗ് പാർട്ടി വരാണെങ്കിൽ മാർക്കറ്റ് മുന്നോട്ട് തന്നെ പോകും. നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 5% അടുത്തൊക്കെ ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് നല്ലൊരു ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകളിലുള്ള ഡിപ്പിലുള്ള ഒരു ബൈങ് ആണ് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്തരം ആക്ഷൻസ് എല്ലാം തന്നെ സ്മാർട്ട് പ്ലെയേഴ്സിൻ്റെ എല്ലാം തന്നെ ഇൻഫ്ലുവൻസ് കൊണ്ടല്ലേ എന്ന്. തീർച്ചയായിട്ടും ആണ്. സ്മാർട്ട് പ്ലെയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും മാർക്കറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ്. ഈവൻ വലിയ തോതിൽ സെല്ലിംഗ് ഉണ്ടാകുമ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് ബൈയിങ് ആണ് ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും FIS ഈ ഒരു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് ഉയർത്തിയത് കൊണ്ട് അല്ലെങ്കിൽ ഉയർത്തുമെന്നുള്ള ആ ഒരു അഭ്യൂഹങ്ങൾക്ക് എതിരെയുള്ള ഒരു ചെറിയൊരു പ്രതികാരമാകാം മാർക്കറ്റിൽ കാണുന്നത്. ഇനി എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ളൊരു വേർഷൻ ഉണ്ട്. നിങ്ങളുടെ വേർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യം കാണാൻ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $2380 പെർ ഔൺസ് നിലയിലാണ് ഉള്ളത്. ബിറ്റ് കോയിനിൽ ഫോള് കാണുന്നില്ല, മറിച്ച് ബിറ്റ് കോയിനിൽ ഏകദേശം $3343 ഒരു റാലിയാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഇസ്രായേൽ മാർക്കറ്റ് ഇന്നിപ്പോൾ ട്രേഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേൽ മാർക്കറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ടെൽ അവീവ് ഇൻഡെക്സ് ആയിട്ടുള്ള TA35 ട്രേഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന 1.25% ഒരു റാലി ഇന്നലെയുള്ള ഇസ്രായേൽ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് ആണ്. അതിന് താഴെ കാണാം ബ്രന്റ് ഓയിൽ 86, ഓസ്ട്രേലിയ ഇടിഞ്ഞു, ചൈന ഇടിഞ്ഞു, കൊറിയ ഇടിഞ്ഞു, ജപ്പാൻ ഇടിഞ്ഞു, ഡോ ഫ്യൂച്ചർ 111 പോയിന്റ്. ഈ 111 പോയിന്റ് എന്ന് പറയുമ്പോൾ രാവിലെ 500 പോയിന്റിലേറെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു ഡോ ഫ്യൂച്ചർ എന്ന് ചേർത്ത് വായിക്കേണ്ടതാണ്. ഡാക്സും മറ്റുള്ള യൂറോപ്യൻ മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ വിക്സ് 3% ഒരു സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശക്തമായിട്ടുള്ള ഇടിവ് കാണുന്നത് ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റാണ്. ഇതിന് കാരണമുണ്ട്. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റ് ഈ യുദ്ധം റിയാക്ട് ചെയ്തിട്ടില്ല. ഏഷ്യൻ മാർക്കറ്റ് റിയാക്ട് ചെയ്തു, ഇന്ത്യൻ മാർക്കറ്റ് റിയാക്ട് ചെയ്തു. അപ്പോൾ ഇന്നലെ അവർ ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് അവർ അത് റിയാക്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ഫോളോ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ആശ്വസിക്കാവുന്ന വക ഡോ ഫ്യൂച്ചർ 500 പോയിന്റ് ഇടിഞ്ഞു, 400 പോയിന്റ് തിരിച്ച് കയറി എന്നുള്ളതാണ്. പക്ഷേ അത്രക്കങ്ങ് ആശ്വസിക്കാൻ പറ്റുകയുമില്ല. കാരണം US മാർക്കറ്റ് എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ സ്റ്റിൽ ടെക്നോളജി സ്റ്റോക്കുകളിൽ ഇടിവ് തന്നെയാണ് ഉള്ളത്. ഇതിനും 2 റീസണുണ്ട്. അതായത് റേറ്റ് കട്ട് എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് അവർ കാത്തിരിക്കുന്ന റേറ്റ് കട്ട് ഇനിയും ലേറ്റ് ആകും. ഇപ്പോൾ യുദ്ധ സാഹചര്യം കൂടി വന്നപ്പോൾ അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് അറിയില്ല. കൂടാതെ തന്നെ നെറ്റ്ഫ്ലിക്സ് ഇന്നലെ എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ നല്ല റിസൾട്ട് ആണെങ്കിൽ കൂടിയും 7% ഇടിവ് രേഖപ്പെടുത്തി. അതൊക്കെ ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിവേ എല്ലാവർക്കും നല്ലൊരു മാർക്കറ്റ് ദിവസം ആശംസിക്കുന്നു. കൊച്ചിയിൽ നമുക്ക് ഞായറാഴ്ച ക്ലാസ് ഉണ്ട്. 2 ദിവസം അവധി ആഘോഷിക്കാൻ ഞാൻ ആലപ്പുഴയിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കളർഫുൾ ഡ്രസ്സ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അവധി ദിവസം ആശംസിക്കുന്നു. കൊച്ചിയിലെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. താങ്ക് യു ഓൾ.